ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ബി.ജെ.പി. അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും ബി.ജെ.പി. ഗുണകരമായി കാണുന്നു. കോൺഗ്രസ് ഏത് ശക്തനെ ഇറക്കിയാലും ഇക്കുറി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. മുന്നേറ്റം തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഉയർത്തുന്നത്. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചുകയറിയത്. മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കിയുള്ള ബി.ജെ.പിയുടെ പരീക്ഷണം യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും വിറപ്പിച്ചിരുന്നു. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷാഫി പറഞ്ഞതിലൂടെ അത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള നറുക്കായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ഉയർന്നു കേട്ടത്. ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചത് ചില ഉപാധികൾ കൂടി മുൻപോട്ട് വെച്ചായിരുന്നു. അതിൽ പ്രധാനം വടകരയിൽ ജയിച്ചാൽ താൻ നിർദ്ദേശിക്കുന്ന ആൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതായിരുന്നു. ഇതിന് മുതിർന്ന നേതാക്കൾ വാക്കാൽ അംഗീകാരവും നൽകിയിരുന്നു. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് വരണമെന്നാണ് ഷാഫിയുടെ ആഗ്രഹം. എന്നാൽ അതിന് പ്രാദേശികമായി വലിയ രീതിയിൽ എതിർപ്പുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന DCC യോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ശരിയായ രീതി അല്ല എന്നതാണ് ഉയർന്ന വിമർശനം. നൂലിൽ കെട്ടിയിറക്കിയുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട, ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരട്ടെ എന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം. ജില്ലയിൽ നിന്നുള്ള ആളുകൾ വന്നാൽ മാത്രമേ വിജയിക്കാനാകൂ എന്നും യോഗത്തിൽ നിരീക്ഷണം ഉയർന്നു. ചിലർ നടത്തിയ സന്ദർശനങ്ങളും യോഗങ്ങളും ശരിയായ രീതി അല്ല എന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പന് വേണ്ടിയും ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. VT ബൽറാം, P സരിൻ എന്നിവർക്ക് വേണ്ടിയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാകണം പരിഗണനയെന്നും പാലക്കാട്ടുകാരെ മത്സരിപ്പിക്കില്ല എന്ന സമീപനം അംഗീകരിക്കാനാകില്ല എന്നും യോഗത്തിലെ ഭൂരിഭാഗം പേരും നിലപാടെടുത്തിരുന്നു. അങ്ങനെയിരിക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥി സാധ്യത തള്ളി VK ശ്രീകണ്ഠനും രംഗത്ത് വന്നിട്ടുണ്ട്. ആർക്കും സ്ഥാനാർത്ഥിത്വം മോഹിക്കാം, അഭിപ്രായം പറയാം, എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്ന് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കി. പാലക്കാട് UDF-ന്റെ ഉരുക്കുകോട്ടയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. UDF കൂടുതൽ കരുത്താർജിച്ചു വരുമ്പോൾ സ്ഥാനാർത്ഥി ആകണമെന്ന് പലരും ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾ പല രീതിയിൽ പുറത്തു വന്നേക്കാം. എന്നാൽ പാർട്ടിയിൽ ഇത്തരം തീരുമാനങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഹൈക്കമാൻഡും KPCC-യും ചേർന്നാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ആരെ തീരുമാനിച്ചാലും പാലക്കാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ ലീഡർ K കരുണാകരന്റെ പ്രവർത്തന ശൈലി ഉൾക്കൊള്ളണമെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ വർക്ക് ആരംഭിച്ചവരും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നലെ AICC സെക്രട്ടറി ശ്രീ PV മോഹൻ വന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം നടന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നു മുതൽ ബൂത്ത് തല യോഗങ്ങൾ നടക്കുകയാണ്. BLA-മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഒരു സംശയവും വേണ്ട, പാലക്കാട് UDF-ന്റെ ഒരു ശക്തമായ ഒരു ഉരുക്ക് കോട്ടയാണ്. വിജയം ഞങ്ങൾ ആവർത്തിക്കും. പാലക്കാട് പല ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടെ പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. അവിടുത്തെ DCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭാഗം സ്ഥാനാർത്ഥിയാക്കണം. എന്താണ് യഥാർത്ഥ ചിത്രം? നിങ്ങൾ ആണ് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണം പരിപൂർണമായിട്ട് തെറ്റാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF കൂടുതൽ കരുത്താർജിച്ച് വരുമ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പലരും ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾക്ക് പല രീതിയിലും പുറത്തു വന്നേക്കാം. പക്ഷെ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി KPCC-യും ഹൈക്കമാൻഡും കൂടി എടുക്കുന്ന തീരുമാനം വന്നിട്ടില്ല. ആ ആലോചനയിലേക്ക് കടന്നിട്ടില്ല. അതാരെ തീരുമാനിച്ചാലും പാലക്കാട് സ്വീകരിക്കും. പാലക്കാട് നിന്നും UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം പാർട്ടി കേൾക്കും. അന്തിമമായ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡ്. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത് പാർട്ടി വേദികളിൽ പറയും. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ ഊതി പെരുപ്പിച്ച് നിങ്ങൾ കോൺഗ്രസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് നടക്കില്ല. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. AICC സെക്രട്ടറി തന്നെ PV മോഹൻ
അദ്ദേഹം AICCയുടെ നിർദ്ദേശം അനുസരിച്ച് വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവിടുത്തെ DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കളുടെ യോഗം കൂടി നാളെ മുതൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ താഴെത്തട്ട് മുതൽ കോൺഗ്രസ് പാർട്ടിയും UDF ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തെളിഞ്ഞതു മുതൽ ആരംഭിച്ചതാണ് പാലക്കാട്ടെ കോൺഗ്രസിനകത്തെ തർക്കം. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുമ്പോൾ ജില്ലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ആവശ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിനെ എതിർക്കാൻ കാരണമായി ജില്ലാ നേതാക്കൾ ഉയർത്തുന്നത് 2 കാര്യങ്ങളാണ്. അതിൽ പ്രധാനം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത സംബന്ധിച്ച ആശങ്കയാണ്. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ, ആലത്തൂർ MP ആയിരുന്ന രമ്യ ഹരിദാസ് എന്നിവർക്ക് മാത്രമാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നെത്തി പാലക്കാട് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരല്ലാതെ ജില്ലയ്ക്ക് പുറത്തു നിന്നെത്തി UDF ലേബലിൽ ആരും പാലക്കാട് മത്സരിച്ച് ജയിച്ചിട്ടില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഉദാഹരണത്തിനായി പാലക്കാട് പരാജയപ്പെട്ട നേതാക്കളുടെ നീണ്ടൊരു പട്ടിക തന്നെ ഇവർക്ക് മുൻപോട്ട് വെക്കാനുണ്ട്. MV രാഘവൻ, MP വീരേന്ദ്രകുമാർ, KP അനിൽകുമാർ, MA ഷാനവാസ്, സതീശൻ പാച്ചേനി, പന്തളം സുധാകരൻ, ചെല്ലമ്മ ടീച്ചർ, VS ജോയ്, ഷാനിമോൾ ഉസ്മാൻ, CN വിജയകൃഷ്ണൻ, റിയാസ് മുക്കോളി തുടങ്ങിയ ഒട്ടേറെ പേരാണ് പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ പുറത്തുനിന്ന് UDF എത്തിച്ചത്. എന്നാൽ ഇവർക്കൊന്നും പാലക്കാട് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. പാലക്കാട് രാഹുലിനെതിരായി കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഉയർത്തുന്ന രണ്ടാമത്തെ കാരണം ഗ്രൂപ്പ് പോരാണ്. ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കായാണ് രാഹുലിനെ എത്തിക്കുന്നതെന്ന ചിന്ത പ്രവർത്തകർക്ക് ഉണ്ടായാൽ അത് നിലവിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായിട്ട് പോലും 2021 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും ജയിച്ചത്. പ്രവർത്തകർക്കിടയിലെ അഭിപ്രായം മാനിക്കാതെ പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ എത്തിച്ച് മത്സരിപ്പിച്ച് മണ്ഡലം നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ പാലക്കാട്ടേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി അടഞ്ഞിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട്. 2011 മുതൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഷാഫി പറമ്പിലിന് കനത്ത വെല്ലുവിളിയാണ് മെട്രോമാൻ ശ്രീധരനിലൂടെ BJP മുന്നോട്ട് വെച്ചത്. അവസാന ലാപ്പിൽ 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി ശ്രീധരനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. ഷാഫി പറമ്പിലിന് 54,079 വോട്ട് ലഭിച്ചപ്പോൾ ശ്രീധരന് ലഭിച്ചത് 50,220 വോട്ടുകളാണ്. LDF സ്ഥാനാർത്ഥി CP പ്രമോദിന് 36,443 വോട്ടാണ് ലഭിച്ചത്. 2016-ൽ 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചത്. അന്ന് 57,559 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടിയിരുന്നു. 40,076 വോട്ട് നേടി BJPയുടെ ശോഭാ സുരേന്ദ്രനാണ് 2016-ൽ രണ്ടാമതായി എത്തിയത്. CPM-ന്റെ NN കൃഷ്ണദാസ് 38,675 വോട്ട് നേടിയാണ് അന്ന് മൂന്നാമതായി എത്തിയത്. ഷാഫിയുടെ ജനപ്രീതി കൊണ്ടാണ് 2021-ൽ മെട്രോമാനെ മറികടക്കാൻ കഴിഞ്ഞത്. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാമതാണ് പാലക്കാട്. മികച്ച സംഘടനാ അടിത്തറയാണ് ഇതിന് കാരണം. അതിനാൽ തന്നെ ഷാഫി ഇല്ലാത്ത പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രതീക്ഷ. അതേസമയം കഴിഞ്ഞ 2 തവണയായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന നാണക്കേട് മാറ്റാൻ LDFും കരുതലോടെയാണ് ഇറങ്ങുന്നത്.